വീടുകളിലെയും വ്യക്തികളെയും ബാധിക്കുന്ന കണ്ണ് ദോഷങ്ങൾ, പ്രത്യേകിച്ചും ഈ കുട്ടികൾക്ക് എന്ന് പറയുന്ന നല്ല വികൃതിയുള്ള നല്ല ആക്ടിവിറ്റീസ് ഉള്ള കുട്ടികളുണ്ടല്ലോ. അപ്പോൾ അത് മറ്റുള്ളവരുടെ കണ്ണിൽ അതൊരു ദൃഷ്ടിയായി പതിഞ്ഞിട്ട് കുട്ടിയെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും അവരുടെ കഴുത്തിലും കയ്യിലും ഒക്കെ ഇത്തരത്തിലുള്ള ബ്ലൂ ഐകൾ ധരിക്കുന്നത് നല്ലതായിരിക്കും. ക്വാൻ കിങ്ങിന്റെ സ്റ്റാച്യു വയ്ക്കാം. വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള എനർജികളെ വീട്ടിലേക്ക് കടത്തി വിടാതെ മെയിൻ ഡോറിലേക്ക് ഫോക്കസ് ചെയ്ത് ലിവിംഗ് റൂമിൽ ക്വാൻ കിങ്ങിന്റെ സ്റ്റാച്യു വയ്ക്കാം. നമുക്ക് വീടുകളിലെയും വ്യക്തികളെയും ബാധിക്കുന്ന കണ്ണ് ദോഷങ്ങൾ. അപ്പോൾ നമുക്ക് കണ്ണ് ദോഷം പല രീതിയിൽ വരാം. വീടിന്റെ വാസ്തുപ്രകാരം അല്ലെങ്കിൽ ഫംഗ്ഷൻ പ്രകാരം 9 എന്ന് പറയുന്ന ഒരു നക്ഷത്രം നിൽക്കുന്ന സ്ഥലത്ത് ദൃഷ്ടിദോഷം പതിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഭൂരിഭാഗവും കിഴക്ക് ദർശനമായ വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് അതിന്റെ ഫ്ലൈങ് സ്റ്റാർ പ്രകാരം ഒരു 9 നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് 9 ഉള്ള വീടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഭയങ്കര ദൃഷ്ടിക്ക് സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഈ വർഷം കിഴക്ക് ഭാഗത്ത് ആണ് 9 നിൽക്കുന്നത്. അത്തരം വീടുകൾക്കും ദൃഷ്ടി സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ അതിന് ഫെങ്ഷുയിൽ പരിഹാരമായിട്ട് ഇത്തരത്തിലുള്ള ഒരു ടർക്കിഷ് ബ്ലൂ ഐ വീടിന്റെ പ്രധാന ഡോറിന് സമീപത്തോ അല്ലെങ്കിൽ പുറത്തുനിന്ന് വീട്ടിലേക്ക് നോക്കുമ്പോൾ കാണുന്ന രീതിയിലോ ആദ്യം കണ്ണിൽ ഉടക്കുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു ബ്ലൂ ഐ സ്ഥാപിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ വ്യക്തികൾക്ക് ഇത്തരത്തിലുള്ള കണ്ണുദോഷങ്ങൾ ദൃഷ്ടിദോഷങ്ങളൊക്കെ വരുന്നുണ്ട്. അതിന് ടർക്കിഷ് ബ്ലൂ ഐയുടെ ചെറിയ സ്റ്റോൺസ് നമുക്ക് കിട്ടും. അത് നമുക്ക് ബ്രേസ്ലെറ്റ് ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ലോക്കറ്റുകളായിട്ടോ നമുക്ക് ധരിക്കാവുന്നതാണ്. പ്രത്യേകിച്ചും ഈ കുട്ടികൾക്ക് എന്ന് പറയുന്ന നല്ല വികൃതിയുള്ള നല്ല കളിക്കുന്ന ഒത്തിരി ഇതുള്ള കുട്ടികളുണ്ടല്ലോ, നല്ല ആക്ടിവിറ്റീസ് ഉള്ള കുട്ടികളുണ്ടല്ലോ. അപ്പോൾ അത് മറ്റുള്ളവരുടെ കണ്ണിൽ അതൊരു ദൃഷ്ടിയായി പതിഞ്ഞിട്ട് കുട്ടിയെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും അവരുടെ കഴുത്തിലും കയ്യിലും ഒക്കെ ഇത്തരത്തിലുള്ള ബ്ലൂ ഐകൾ ധരിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഇതിന്റെ ബ്ലൂ സ്റ്റോൺസ് ഉണ്ട്. ഇത്തരത്തിലുള്ള സ്റ്റോണുകളും നമുക്ക് ബ്രേസ്ലെറ്റ് ആയിട്ട് ധരിക്കുന്നതും ദൃഷ്ടിയിൽ നിന്ന് ഒഴിവാകാൻ നല്ലതാണ്. ഇത് ലാവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ്. ഇത് നെഗറ്റീവ് എനർജിയിൽ നിന്ന് നമ്മുടെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നല്ലൊരു ടൂളായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ കരിങ്ങാലിമാല, ഇതും നെഗറ്റീവ് എനർജിയിൽ നിന്ന് സംരക്ഷണം നേടാനും നമുക്ക് ഒത്തിരി പോസിറ്റീവായിട്ടുള്ള എനർജികൾ കിട്ടാനും സൗഭാഗ്യങ്ങൾക്കും വേണ്ടിയിട്ട് കരിങ്ങാലിമാല ഉപയോഗിക്കാം. ഇതിൻ്റെ മാലയും ബ്രേസ്ലെറ്റുകളൊക്കെ ഉള്ളതാണ്. അതുപോലെ തന്നെ ബ്ലാക്ക് ടൊർമാലിൻ്റെ സ്റ്റോൺസ്, അതിൻ്റെ ലോക്കറ്റൊക്കെ ഉണ്ട്, അതിൻ്റെ പെൻഡൻ്റൊക്കെ ഉണ്ട്. ബ്ലാക്ക് ടൊർമാലിൻ നമുക്ക് ഒത്തിരി വീഡിയോകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിനെ നമുക്ക് പ്രോഗ്രാം ചെയ്ത് ധരിക്കാവുന്നതാണ്. ഇതിന് എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ടാപ്പ് അങ്ങോട്ട് തുറന്നിട്ട് ഇതിനെങ്ങനെ പിടിക്കുക. അപ്പോൾ ഇതിനോട് വെള്ളം താഴേക്ക് പോകുമ്പോൾ ഇത് പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെടുന്നെന്ന് മനസ്സുകൊണ്ട് സങ്കല്പിക്കുക. എന്നിട്ട് ഇതിനെ തുടച്ചെടുത്തിട്ട് ഒന്ന് ഫാനിൻ്റെ അടിയിൽ വെച്ച് ഉണക്കിയതിന് ശേഷം ശക്തമായി കൈകൾ ഒരു 50 തവണ കുടയുക. എന്നിട്ട് ബ്ലാക്ക് ടൊർമാലിനെടുത്ത് ഇടത് കൈയിൽ വെക്കുക, വലത് കൈ കൊണ്ട് പൊട്ടിപ്പിടിക്കുക. ബ്ലാക്ക് ടൊർമാലിൻ പേരെടുത്ത് പറയണം. ബ്ലാക്ക് ടൊർമാലിൻ എൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായും വലിച്ചെടുത്ത് എന്നെ ശുദ്ധീകരിച്ച് തരണം. 3 തവണ ആവർത്തിക്കണം. എന്നിട്ട് പറയണം, ബ്ലാക്ക് ടൊർമാലിൻ യാതൊരു തരത്തിലുള്ള നെഗറ്റീവ് എനർജിയും എൻ്റെ ശരീരത്തിൽ കടന്നു വരാതെ എന്നെ പൂർണ്ണമായും സംരക്ഷിക്കണമെന്ന് 3 തവണ പറഞ്ഞുകൊണ്ട് ഇത് ധരിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഫെങ്ഷുയിൽ എന്ത് ടൂൾ ഉപയോഗിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാൻ കിങ്ങിന്റെ സ്റ്റാച്യു വയ്ക്കാം. വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള എനർജികളെ വീട്ടിലേക്ക് കടത്തി വിടാതെ മെയിൻ ഡോറിലേക്ക് ഫോക്കസ് ചെയ്ത് ലിവിംഗ് റൂമിൽ ക്വാൻ കിങ്ങിന്റെ സ്റ്റാച്യു വയ്ക്കാം. ഈ വീടിന്റെ 8 ദിക്കിനെ സംരക്ഷിക്കാനായിട്ട് നമുക്ക് ബാക്വ മിറർ സ്ഥാപിക്കാം. ഇത് 8 ദിക്കുകളും അതിൻ്റെ സെൻറ്ററിൽ ഒരു മിററുമായിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. ബാക്വ മിറർ വെച്ചിട്ട് നമുക്ക് വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ മുകളിൽ വീടിൻ്റെ പുറത്ത് വയ്ക്കാം. അതിൻ്റെ ലെഫ്റ്റും റൈറ്റും ഫ്യൂഡോക്സ് സിമ്പിൾസ് വയ്ക്കുക. അത് ഫ്യൂഡോക്സിൻ്റെ സിമ്പിൾസ് ആണ്, 2 എണ്ണം ഉണ്ട്. അത് മുഖാമുഖം ബക്കോമറിൻ്റെ 2 സൈഡിലായിട്ടും വെക്കുന്നത് നല്ലൊരു പ്രൊട്ടക്ഷൻ സിമ്പിളായിട്ട് ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ടൂളുകൾ ഉപയോഗിക്കൂ. അതുപോലെ തന്നെ കല്ലുപ്പിട്ടുള്ള വെള്ളത്തിൽ കുളിക്കുന്നതും നെഗറ്റീവ് എനർജിയിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കാൻ നല്ലൊരു ടൂളായിട്ട് ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട്. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.